ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയൊരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് അങ്ങോട്ടേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് വൈജയും മകനും മകളും കൂടി. ഈ സമയത്ത് തൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വൈജ കടപ്പാട്ടൂരേക്ക് എത്തുന്നുണ്ട്. അവിടെ വന്നതിന് ശേഷം തൻ്റെ തുണിയും സാധനങ്ങളുമൊക്കെ അടുക്കി ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് വൈജ വന്നത് കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അലീന. മനുവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് വൈജ അങ്ങോട്ടേക്ക് വന്നത്. അലീനയെ കണ്ടപാടെ കലി പൂണ്ട വൈജ അകത്ത് കയറി വാതിൽ ശക്തിയായിട്ട് തന്നെ അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം അലീന ചായയുമായിട്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും കൃഷ്ണ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചിക്ക് വേറെ ഒരു പണിയില്ലേ? രോഹിതേട്ടൻ്റെ റൂമിലേക്ക് ചായയുമായി പോയപ്പോഴുണ്ടായ അതേ അവസ്ഥയായിരിക്കും അമ്മയുടെ അടുക്കിലോട്ട് ചെല്ലുമ്പോഴും. അല്ല ചേച്ചി എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്ന് നാണം കിടന്നത്? അതല്ല മേഡം കുറച്ച് ദിവസം കൂടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് മേഡത്തിന് ഒരു ഗ്ലാസ് ചായ കൊടുത്താലോ എന്നോർത്താ. എൻ്റെ ചേച്ചിക്ക് ഒരു പണിയില്ലേ? ഇങ്ങ് കൊണ്ടുപോവാ, ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞ് കൃഷ്ണ അത് മേടിച്ച് അവരുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ചായയുമായി അകത്തേക്ക് ചെന്ന കൃഷ്ണ അമ്മ ഇന്നാ ചായ എന്ന് ചോദിക്കുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ സെർവൻ്റ് ഒന്നും ഇല്ലേ ചായ കൊണ്ടു തരാനായിട്ട്? നീയേ ഉള്ളോ? ബെസ്റ്റ്, ചേച്ചി കൊണ്ടുതന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്താണ് ഞാനത് മേടിച്ചുകൊണ്ട് വന്നത്. ഇത് ചേച്ചി ഉണ്ടാക്കിയ ചായയാണ്. എന്താ വിളിച്ചത്, ചേച്ചിയോ? എടി, ഈ സർവന്റിനെ ഒന്നും തല കയറ്റി വെക്കരുത്. അവൾ ഈ വീട്ടിലെ വേലക്കാരിയാ. അമ്മേ, അച്ഛൻ പറഞ്ഞതൊക്കെ അമ്മ മറന്നുപോയോ? അച്ഛൻ പറഞ്ഞതല്ലേ ആ അലീനേച്ചി അച്ഛൻ്റെ മകളാണെന്ന്. അപ്പം പിന്നെ എങ്ങനെ സെർവൻ്റായിട്ട് കരുതും? എനിക്കവൾ എന്നും സെർവൻ്റ് തന്നെയാ. അല്ല അമ്മ എന്താ ഈ ഡ്രസ്സൊക്കെ അടുക്കി പറക്കുന്നത്? ഞാൻ ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചാ വന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെക്കുക. അമ്മേ, എന്താ അമ്മ ഇത്? അമ്മ ഇവിടെ നിന്ന് പോകരുത്. അമ്മ ഇവിടുന്ന് ഒരിക്കലും പോകരുത്. അമ്മയ്ക്ക് എന്നെ വേണ്ടേ? അച്ഛനെ വേണ്ടേ? ഞങ്ങളെ ആരെ വേണ്ടേ? അമ്മയ്ക്ക് അമ്മയുടെ പിടിവാശി മാത്രം മതിയോ? ഈ പറഞ്ഞ നിങ്ങൾക്കൊന്നും എന്നെ വേണ്ടല്ലോ. വേണമായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾ ആരെങ്കിലും വന്ന് എനിക്ക് കൂട്ടിരുന്നോ? അതുമാത്രമല്ല, 2-3 ദിവസം കൂടുമ്പോഴല്ലേ നിങ്ങൾ വിളിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെയാണല്ലോ എന്ന് അന്വേഷിക്കുന്നത് പോലും. പിന്നെ ഈ അലീനയെ ഇവിടുന്ന് ഒഴിവാക്കാനായിട്ട് ഞാൻ എത്ര തവണ പറഞ്ഞതാ? ആരെങ്കിലും കേട്ടോ? നീയും നിൻ്റെ അച്ഛൻ്റെ കൂടെയല്ലേ? അതുകൊണ്ട് തന്നെ എനിക്കിവിടെ യാതൊരു വിലയില്ല. ഇത് നിൻ്റെ അച്ഛൻ ബാലേന്ദ്രൻ്റെ വീടാണ്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഞാനിവിടെ നിന്ന് പോകും. സാരികളൊക്കെ എടുക്കുന്നതിനിടയിൽ വൈജയുടെ സാരിക്കുള്ളിൽ നിന്ന് ഒരു ഫോട്ടോ താഴേക്ക് വീഴുന്നുണ്ട്. അമ്മയ്ക്ക് ചായ കൊടുത്തിട്ട് തിരിഞ്ഞ ശേഷം കൃഷ്ണമോള് ആ ഫോട്ടോ എടുക്കുന്നുണ്ട്. കൃഷ്ണ ആ ഫോട്ടോ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, അമ്മയുടെ കൂടെ നിൽക്കുന്ന ഈ ചേട്ടൻ ഏതാണ്? ഇത് കേട്ട ഉടനെ വൈജ ചാടി എഴുന്നേറ്റ് ആ ഫോട്ടോ അവളുടെ നിന്ന് പിടിച്ചു വാങ്ങുന്നുണ്ട്. ആ ഫോട്ടോ മറ്റാരെയും ആയിരുന്നില്ല, വൈജയുടെയും സ്റ്റൈലിൻ്റെയും ഫോട്ടോ ആയിരുന്നു. അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ പറയുന്നുണ്ട്, ആരാ അമ്മേ ഇത്? ഇത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റാണ്. ഈ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലേ? എൻ്റെ സാരിയുടെ ഇടയ്ക്കെങ്ങാണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഇപ്പോഴാണ് കണ്ടത് എന്നും പറഞ്ഞ ഒരു വെപ്രാളം പിടിക്കുകയാണ് വൈജയുടെ മാറ്റവും ആ വെപ്രാളവും ഒക്കെ തന്നെ കൃഷ്ണമോള് ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വൈജ ആ ഫോട്ടോ എടുത്ത് അലമാരിയുടെ ഇടയിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ അവിടെ നിന്ന് അലീനയുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി, അമ്മയുടെ റൂമിൽ നിന്ന് ഞാനൊരു ഫോട്ടോ കണ്ടു. അതിനകത്ത് അമ്മയുടെ കൂടെ ഒരു അങ്കിള് നിൽക്കുന്നതാണ് കണ്ടത്. ഞാനത് എടുത്തപ്പോൾ തന്നെ അമ്മയ്ക്ക് വല്ലാത്തൊരു വെപ്രാളം പോലെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ അതെടുത്ത് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു. ഇനി അതായിരിക്കുമോ അലീന ചേച്ചിയുടെ അച്ഛൻ? ആണ് മോളെ, ശരിക്കും അതായിരിക്കും എൻ്റെ അച്ഛൻ. മോക്ക് ആ ഫോട്ടോ എങ്ങനെയും എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ? എന്തിനാ? അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് തല്ല് കിട്ടാനാണോ? പ്ലീസ് മോളെ, മേഡം ഇല്ലാത്ത സമയം നോക്കി മോളതൊന്ന് എടുത്തുകൊണ്ട് വരുമോ? ഇപ്പം എന്തായാലും അത് നടക്കില്ല. അമ്മ അവിടെ എല്ലാം അടുക്കി പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, പിന്നീട് നോക്കാം. ശരി മോളെ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് വൈജ ആ ഫോട്ടോ വീണ്ടും എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പണ്ട് സ്റ്റാലിനുമായിട്ട് ലിവിൻ ടുഗദറിൽ കഴിഞ്ഞ കാലവും അവർ സന്തോഷത്തോടെ പ്രേമിച്ച് നടന്നതും ഗർഭകാലത്ത് സ്റ്റാലിൻ പൊന്നുപോലെ തന്നെ കൊണ്ടു നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അവളിങ്ങനെ ഓർക്കുന്നുണ്ട്. ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്ത് സ്റ്റാലിൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചതും അതേപോലെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊണ്ടു തന്നതും നമ്മുടെ കുഞ്ഞ് പെൺകുട്ടിയായിരിക്കുമെന്ന് പറഞ്ഞ് അവൾക്ക് പേര് കണ്ടുപിടിച്ചതുമൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് വൈജ.
എന്നെയും കുഞ്ഞിനെയും സ്റ്റാലിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ എന്തിനാണ് 7 മാസമായപ്പോൾ എന്നെ ഉപേക്ഷിച്ച് അവൻ പോയത്? അവൻ എന്നെ പറ്റിക്കുകയായിരുന്നോ? എന്നോട് കാണിച്ച സ്നേഹം മുഴുവനും അത് കളവായിരുന്നോ? എന്നെ ചതിക്കുകയായിരുന്നു അവൻ എന്നൊക്കെ ഓർത്ത് വൈജി കരയുന്നുണ്ട്. ഈ സമയത്ത് ബാലേന്ദ്രൻ മോളെ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി വരുന്നത് സൗണ്ടൊക്കെ കേൾക്കുകയാണ് വൈജ. ഒന്നും മിണ്ടാതെ വൈജ ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അലീന വന്ന് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛൻ വന്നോ? ആ, ഞാൻ വന്നു. ഇന്ന് ഇച്ചിരി നേരത്തെ വന്നതാ. അല്ല, രോഹിത് എവിടെ? അവനിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു പ്രശ്നമില്ല അച്ഛാ. കൃഷ്ണയും ബബിതയും എന്തി? അവരൊക്കെ മുറിയിലുണ്ട് അച്ഛാ. അല്ല, എത്തിയോ കൃഷ്ണയുടെയും ബബിതയുടെയൊക്കെ മഹാറാണി? ആ, കൂടുതൽ പരിചരിക്കാനൊന്നും നീ നിൽക്കേണ്ട. നീ ഇവിടുത്തെ സർവൻ്റൊന്നുമല്ല, അത് നിനക്ക് ഓർമ്മ വേണം കേട്ടോ. പലരും പലതും പറഞ്ഞ് നിന്നെക്കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കാൻ നോക്കും. അതെങ്ങാനും ചെയ്തെന്ന് ഞാൻ അറിയണം. നിന്റെ കാലും ഞാൻ തല്ലി ഓടിക്കും. അതും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങുകയാണ്. അച്ഛ, ചായ എടുക്കട്ടെ? ഇപ്പം വേണ്ട, ഞാൻ ഫ്രഷായിട്ട് താഴേക്ക് ഇറങ്ങി വരാം, അപ്പം മതി. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വൈജയ്ക്ക് ദേഷ്യം ഒന്നുകൂടെ ഇരട്ടിക്കുകയാണ്. തൻ്റെ ഭർത്താവ് വന്നിട്ട് തന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കയറിപ്പോയല്ലോ. അതൊക്കെ കേട്ടിട്ട് വൈജയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അതൊക്കെ കടിച്ചു പിടിച്ച് അവൾ ആ റൂമിൽ തന്നെ ഇരിക്കുകയായിരിക്കും. അതിനുശേഷം വൈജ കമലെ ഫോൺ വിളിക്കുന്നുണ്ട്. ആ കമലെ, നീ ഇപ്പോൾ എവിടാ? വീട്ടിലാണോ? വീട്ടിലല്ലാതെ ഞാൻ വേറെ എവിടെ പോകാനടി വൈജേ? ആ ശരി, എന്നാൽ ഞാൻ ഇന്ന് വൈകിട്ട് അവിടെ വരെ വരുന്നുണ്ട്. അമ്മയൊന്ന് കാണണം. അല്ല, നിനക്കിപ്പോൾ നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? ആ, ഞാനിപ്പോൾ കടപ്പാട്ടൂരുണ്ട്. അവിടെ നിന്ന് കാറുണ്ടല്ലോ, അതിന് കയറി വൈകുന്നേരത്തേക്കിന് ഞാൻ അവിടെ എത്തിക്കോളാം. ആ, മനു എന്നോട് പറഞ്ഞിരുന്നു നീ വന്നു എന്നുള്ള കാര്യം. നാളെ എന്തായാലും അങ്ങോട്ട് ഇറങ്ങാൻ നോർത്തിരിക്കുകയായിരുന്നു. ആ, ഞാൻ എന്തായാലും വൈകിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മയെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അങ്ങനെ വൈജ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കൃഷ്ണ കേൾക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ വന്നിട്ട് അലീനയോട് കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മേഡം പോയതിന് ശേഷം നമുക്ക് ആ ഫോട്ടോ തപ്പിയെടുക്കാമെന്ന്. അങ്ങനെ വൈജയാണെങ്കിൽ പോകാൻ നേരം കാർ ഓടിക്കാനുള്ള പാടുകൊണ്ട് രോഹിയെ വിളിക്കാമെന്നൊക്കെ ഓർക്കുന്നുണ്ടെങ്കിലും വേണ്ടാന്ന് വെച്ച് ഒരു ടാക്സി എടുത്ത് പോവുകയാണ്. അങ്ങനെ ആ ടാക്സിയിൽ കയറിയാണ് അവൾ കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നത്. ബബിത ചോദിക്കുമ്പോൾ മാത്രമാണ് ബബിതയോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് വൈജ പോകുന്നത്. ഈ സമയത്ത് ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അല്ല ലൈന, എവിടെ പോയി നിന്റെ മേഡം? അത് പിന്നെ കൊല്ലപ്പള്ളിക്ക് പോയതാന്ന് തോന്നുന്നു, മുത്തശ്ശിയെ കാണാൻ ബബിതയോട് പറയുന്നത് കേട്ടു. അല്ല, എന്താ ലീന, നീ നിന്റെ മേഡത്തിന് ചായ ഒന്നും ഇട്ട് കൊടുത്തില്ലേ? ആ, ഞാൻ ചായ ഇട്ടിരുന്നു, പക്ഷേ കൃഷ്ണമോളാണ് കൊണ്ടു കൊടുത്തത്. സെർവന്റിനോട് കൊണ്ടുതരാൻ പറയാൻ മേലായിരുന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടു. അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും? അച്ഛ, വന്നപ്പോൾ അച്ഛനൊന്ന് കണ്ടുകൂടായിരുന്നോ? എത്രയൊക്കെ ആയാലും അത് അച്ഛൻ്റെ ഭാര്യ തന്നെയല്ലേ. ഇത്ര നാൾ ഹോസ്പിറ്റലിലൊക്കെ കിടന്നതിന് ശേഷം തിരികെ വീട്ടിലേക്ക് വന്നതല്ലേ. ഇത്രയും ദേഷ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? അച്ഛനൊന്ന് പോയി കണ്ടുകൂടായിരുന്നോ? ദേ അലീന, എല്ലാ കാര്യങ്ങളും നിനക്കറിയാമല്ലോ. ഞാനൊരു മനുഷ്യൻ തന്നെയാ. അവൾ ചെയ്ത ചതിയൊന്നും അത്രയും പെട്ടെന്ന് എനിക്ക് മറക്കാൻ കഴിയില്ല. അതിനു വേണ്ടി ശ്രമിക്കാൻ വേണ്ട, അത് നടക്കില്ല. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. നിനക്ക് തന്നെ അറിയാമല്ലോ, 10-23 വർഷം എന്നെ ചതിച്ചതാ അവരെല്ലാവരും കൂടി. അതൊന്നും പെട്ടെന്ന് മറക്കാൻ എന്നെക്കൊണ്ടാവില്ല. അപ്പോൾ കൃഷ്ണ പറയുകയാണ്, അച്ഛാ, അമ്മയല്ലേ, നമ്മളെല്ലാവരും കൂടെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെ സന്തോഷമൊന്നും വേറെയല്ലേ. അമ്മ വന്നപ്പോൾ തന്നെ ഈ വീടിന് എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്കിയേ. പിന്നെ ഐശ്വര്യം അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നല്ലേ. നാളെ തൊട്ട് നോക്കിയോ, ഇവിടെ നടക്കാൻ പോകുന്നത് പൊടിപ്പൂരമായിരിക്കും. അല്ല, വീട് മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? അറിയില്ല, രോഹിയേട്ടൻ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിത്ര ഡിലേ ആകുന്നത്. എന്തായാലും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് അടുക്കി വെക്കുന്നത് കണ്ടു. പോകാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ, വേറൊന്നുമല്ല, അച്ഛന് സത്യങ്ങളെല്ലാം അറിയാമെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നല്ലേ അമ്മ കരുതുന്നത്. അതുകൊണ്ടാണ് അമ്മയോട് ഇത്ര വെറുപ്പും ദേഷ്യമൊക്കെ കാണിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടല്ലേ അമ്മ തിരിച്ചും അങ്ങനെയൊക്കെ കാണിക്കുന്നേ. സത്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ അച്ഛാ. അമ്മ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ. അതൊന്നും ഒരു കുഴപ്പവുമില്ല. അവൾ ഇത്രയും നാൾ എന്നെ ചതിക്കുമല്ലായിരുന്നോ? അതിനൊരു ശിക്ഷ ഇങ്ങനെയെങ്കിലും ഞാൻ കൊടുക്കണ്ടേ അലീന? അല്ലെങ്കിൽ ഞാൻ വെറും പൊട്ടനായി പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ 3 പേരും കൂടി. ഈ സമയത്ത് കൊല്ലപ്പള്ളിയിലേക്ക് പോയ വൈജനെ കാത്തു നിൽക്കുകയായിരിക്കും കമല. വൈജ പയ്യെ പയ്യെ പിടിച്ച് ഇറങ്ങി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്.
കമലയുടെ മുഖത്ത് ആകെ കടന്നൽ കുത്തിയതുപോലാണ് ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് ചെന്നിട്ട് വൈജി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഏട്ടത്തി ഈ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത്? അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് കമല അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അമ്മയൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കമല പറയുന്നുണ്ട്, നീ അവിടെ നിൽക്ക്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും കൊള്ളാം വൈജയ്, നിന്റെ മകനും എൻ്റെ മകനും ഒരേ തെറ്റാണ് ചെയ്തത്. എന്നിട്ട് രോഹിയെ മാത്രം അവൾ പോയി രക്ഷപ്പെടുത്തിയല്ലോ. അലീന, എന്തൊക്കെ ഏട്ടത്തി പറയുന്നത്? എല്ലാവരും പറയുന്നുണ്ട് അലീന രക്ഷപ്പെടുത്തി, അലീന വലിയ സംഭവമാണെന്നൊക്കെ. ഈ അലീന എന്ത് ചെയ്തെന്നാണ് നിങ്ങളീ പറയുന്നത്? അവളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നീ പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. അലീന ശരണ്യനെ അവരുടെ കോളനി പോയി കണ്ടിരുന്നു. അവിടുത്തെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ. അവിടെയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് മണ്ണെണ്ണ ഒഴിച്ച് അലീനയെ കത്തിക്കാൻ പോകുമായിരുന്നു. ആ അവസ്ഥയിൽ പോയിട്ട് ആ ശരണ്യയുമായിട്ട് സംസാരിച്ച് ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ചിട്ടാണ് അവൾ ആ മുഴുമാറ്റി പറയിപ്പിച്ചത്. എനിക്കെല്ലാ അവസ്ഥയും സത്യങ്ങളും ഒക്കെ അറിയാം, അതുകൊണ്ട് എന്നോടൊന്നും മൂടി മറച്ചു വെക്കണ്ട. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എൻ്റെ പൊന്നേട്ടത്തി, ഞാൻ ആ ആശുപത്രി കിടന്ന അവസ്ഥ അതെന്താണെന്ന് ഏട്ടത്തിക്കറിയാലോ. പിന്നെ ഇവളാണ് എൻ്റെ മോനെ രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബത്തെ ശിക്ഷിക്കണമെന്നല്ലേ ഉള്ളൂ, അല്ലാതെ അവൾ ഒരിക്കലും എൻ്റെ മകനെ രക്ഷപ്പെടുത്തുമെന്ന് യാതൊരു ഉറപ്പും എനിക്കില്ല. അലീനയാണ് രോഹിതിനെ രക്ഷപ്പെടുത്തിയിരുന്നതിന് യാതൊരു ഉറപ്പും എനിക്കില്ല. അത് അങ്ങനെ തന്നെയാണ് വൈജയ്. അലീന തന്നെയാണ് രോഹിത്തിനെ പുറത്തിറക്കിയത്. എൻ്റെ മകനെ കൂടി ഒന്ന് പരിഗണിക്കാൻ ഞാൻ അവളോടാകുന്ന പറഞ്ഞതാ, പക്ഷെ അവൾ പറഞ്ഞില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ അച്ഛനാന്നല്ലേ പറയുന്നേ, അയാളുടെ മനസ്സിൽ കയറി കൂടണം. അതിനുവേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും രോഹി ഇറങ്ങിയത് എനിക്ക് വല്ലാത്തൊരു ആശ്വാസമായി. നിനക്കതൊന്നും അറിയണ്ട, ഞാനും ഒരമ്മയാണ്. ഇപ്പോഴും എൻ്റെ മോൻ ഹരി അകത്ത് കിടക്കുക. അത് പിന്നെ അവനല്ലേ ഏട്ടത്തി എല്ലാം ചെയ്തത്. ആ പെൺകുട്ടിയെ സ്നേഹിച്ചതും കൊണ്ടുപോയി കൂട്ടുകാർക്ക് കൊടുത്തതും എല്ലാം അവൻ ഒറ്റയൊരുത്തനല്ലേ. പോലീസുകാരെങ്ങനെ അവനെ ഒഴിവാക്കും? അവനല്ലേ ഒന്നാം പ്രതി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതൊക്കെ ഓരോരുത്തർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. ആ ശരണ്യ അവൾ അത്ര നല്ലവളൊന്നുമല്ല. എൻ്റെ മകനെ പറയിക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ഞാൻ പോയെന്ന് അമ്മയെ കാണട്ടെ. കുറേ നാളായല്ലേ അമ്മയെ കണ്ടിട്ട്. ഇത്രയും പേരുണ്ടായിട്ടും അമ്മയൊന്ന് എന്നെ കൊണ്ടുവന്ന് കാണിക്കാൻ ആർക്കും പറ്റിയില്ലല്ലോ. എന്തിനാ എന്നോട് പറയുന്നേ? ഇവിടെ 3 ആൺമക്കളുള്ളതല്ലേ, ആർക്കെങ്കിലും കൊണ്ടുവന്നൊന്ന് കാണിക്കാമല്ലോ. അതുമാത്രമല്ല, ഇവിടെ കേസിൻ്റെ പുറകെ നടക്കുമോ അതോ നിന്നെ കൊണ്ടുവന്ന് കാണിക്കാൻ വരുമോ? നിൻ്റെ ഡിവോഴ്സ് കേസൊക്കെ എന്തായി? അതൊക്കെ അങ്ങനെ ഇരിക്കുന്നു. ഞാൻ വന്ന പാടെ അലീന പറഞ്ഞു വിടുമെന്നാണ് ഞാൻ കരുതിയത്. ബാലേന്ദ്രന് ഒരു മാറ്റവും ഇല്ല. അലീനയെ ബാലേന്ദ്രന് ഭയങ്കര കാര്യമാണ്. ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇപ്പോൾ അലീന തന്നെയാണ്. എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, എൻ്റെ വീടിൻ്റെ കാര്യം, അങ്ങനെ എല്ലാം ഇപ്പോൾ അവളുടെ കൺട്രോളിലാണ്. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ വേറേതോ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് കയറി ചെന്നതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയ്ക്ക് മാനസികമായിട്ട് ഞാൻ തകർന്നു പോയി. എൻ്റെ സ്വന്തം വീടല്ലായിരുന്നു അത്, അതിപ്പോൾ മറ്റാരോ കൈവശപ്പെടുത്തിയിരിക്കുക. ആ ഒരവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയേ. ഏട്ടെത്തി എവിടെ പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വീടും അതേപോലെ മക്കളെയും ഭർത്താവിനെയൊക്കെ ഭരിക്കാൻ മറ്റൊരാളുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയായിരിക്കും. ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവളെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ എന്തായാലും ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവാണ്. വൈജയ്, നീ എടുത്തു ചാടി ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടരുത്. നീ ഡിവോഴ്സ് ചെയ്തിട്ട് പോയാൽ അവർക്ക് എന്തു പോയി? ബാലേന്ദ്രൻ എന്തു പോയി? നിനക്കും നിന്റെ മക്കൾക്കേ പോകുള്ളൂ. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, നീ ഡിവോഴ്സായി അവിടെ നിന്ന് പോയാൽ പിന്നെ ആ വീട് ഭരിക്കുന്നത് ആരായിരിക്കും? ആ അലീന. അത് പിന്നെ ആ അലീനയുടെ സാമ്രാജ്യമായിട്ട് മാറും. ഇപ്പോഴാണെങ്കിൽ നിന്റെ ഒരു മോളെ അവളോടൊപ്പം ചേർന്നിട്ടുള്ളൂ. നാളെ മറ്റു 2 മക്കളും കൂടി അവളുടെ അരികിലേക്ക് ചായും. അപ്പോൾ നീ അനാഥയാകും. ആ ഒരു ഓർമ്മ നിനക്ക് വേണം എന്നൊക്കെ കമല പറയാണ്. ഞാനെന്നാൽ അമ്മയെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് വൈജ അകത്തേക്ക് പോവാണ്. അകത്തേക്ക് ചെന്ന പാടെ വൈജ കണ്ട ഉടനെ തന്നെ മുത്തശ്ശി പൊട്ടിക്കരയുന്നുണ്ട്. മോളെ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അമ്മയ്ക്കിപ്പോൾ കാണാലോ. മോളെ, നിന്നെ ഒന്ന് കാണാനായിട്ട് ഞാൻ കൊതിച്ചിരിക്കുമായിരുന്നു. എല്ലാവരോടും പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോകാൻ. ആർക്കും ഇവിടെ സമയമില്ല. ഈ വീടിനകത്ത് ഒരു തടങ്കലിൽ കിടക്കുന്ന പോലെയാണ് ഇപ്പം എൻ്റെ അവസ്ഥ.
ഹരി അവിടെ ജയിലിൽ കിടക്കുന്നത് പോലെയാണ് ഇവിടെ ഞാനും. ആരും ഒന്നും മിണ്ടാനോ പറയാനോ ഇല്ല. മനു എറണാകുളത്ത് നിന്ന് വരണം ഈ റൂമിലൊരു കാലച്ച കേൾക്കാനായിട്ട്. കമല വരും. 3 നേരവും ഫുഡും കൊണ്ട് ഒരു പട്ടിക്ക് കൊടുക്കുന്ന പോലെ തന്നിട്ട് അവളങ്ങ് പോകും. അല്ലാതെ ഒരു വാക്കുപോലും ആരും എന്നോട് സംസാരിക്കാറില്ല. എന്തൊക്കെയോ ബഹളം ഒച്ചപ്പാടും ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? നിനക്ക് ഓക്കെ ആയോ? നീ നടന്നോ? ഒന്നും അറിയാൻ വയ്യ. ഒരു വീഡിയോ കോളെങ്കിലും നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു. അപ്പോൾ വായിച്ച് പറയുന്നുണ്ട്, പിന്നെ ഈ അവസ്ഥയിൽ ഞാൻ വീഡിയോ കോൾ വിളിക്കാൻ പോവല്ലേ? അല്ല, നീ ഇപ്പോൾ അവിടെ വന്നല്ലേ ആ ബാലൻ്റെ വീട്ടിൽ? ആ എത്തി. ആ അലീന അവിടെ ഇല്ലേ? എവിടെ പോകാനാ? അങ്ങനെ അവളെ ഒഴിവാക്കിയിട്ട് അയാൾക്ക് എന്നെ അവിടെ കേട്ടണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലല്ലോ. അവർക്കൊക്കെ ആവശ്യം അലീനയല്ലേ? അപ്പം പിന്നെ ഞാനെന്ത് പറയാനാ? അല്ല, നീ അപ്പം എന്ത് തീരുമാനിച്ചു? ഞാൻ എന്തായാലും വീട് മാറാൻ പോവാ. രോഹിയുടെ ഇപ്പോഴത്തെ പ്രശ്നമൊന്നും മാറുന്നവരെ തൽക്കാലം കുറച്ച് ദിവസത്തേക്കിന് അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോകും. അല്ല, നീ ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ ഏർപ്പാടാക്കിയെന്ന് പറയുന്ന കേട്ടല്ലോ. ഡിവോഴ്സിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അയാളിങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കഴിയുമ്പോൾ ഞാൻ എങ്ങനെ അമ്മ അത് സഹിച്ച് ആ വീട്ടിൽ കഴിയുക? എനിക്കെന്താ അത്രയ്ക്ക് ആത്മാഭിമാനമൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി കമല വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വൈജയോട് പതുക്കെ പറയാണ്. വൈജയ്, നിനക്ക് പണ്ട് പറ്റിയ അബദ്ധം എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അതൊക്കെ ശരിയാ അമ്മേ, എനിക്ക് പണ്ടൊരു അബദ്ധം പറ്റി എന്നും പറഞ്ഞ് ആ ഒരു കാര്യം കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാനെന്തായാലും ബാലനെ വിവാഹം കഴിച്ച് അയാളുടെ കൂടെ തന്നെ ജീവിക്കുകയല്ലായിരുന്നോ? പിന്നീട് ഞാനൊരു തെറ്റിനും പോയിട്ടില്ലല്ലോ. അയാൾക്കാണെങ്കിൽ ആ സംഭവം അറിയുകയില്ല. അയാളുടെ ഈ അവിധം നാട് മൊത്തം അറിഞ്ഞില്ലേ? എല്ലാവരും അറിഞ്ഞില്ലേ? ഞാനൊരു 2ാം തരക്കാരിയായില്ലേ? അതുപോലെയാണോ ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാ. എന്നിട്ട് നീ ഇങ്ങനെ കിടന്ന് തർക്കിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിനുള്ള യോഗ്യത നിനക്കുണ്ടോ? അയാളിപ്പോൾ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ പോലും അത് ചോദിക്കാനുള്ള ഒരു റൈറ്റ്സ് നിനക്കുണ്ടോ? കാരണം പണ്ട് നീയും ഇതേ തെറ്റ് ചെയ്തവളാ. 23 വർഷമായിട്ട് നീ ബാലനെ ചതിച്ചുകൊണ്ടിരിക്കുക. നീ മാത്രമല്ല ഞങ്ങളും. എന്നിട്ട് പിന്നെ അവനെങ്ങനെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ അതിന് മറുപടി. ഇതുവരെ ഇക്കാര്യം ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അയാൾ ചെയ്തത് എല്ലാവരും അറിഞ്ഞു. ഞാൻ നാണം കിട്ടു. ഞാൻ ഒരിക്കലും ഇത് ക്ഷമിക്കാൻ തയ്യാറാവില്ല. ഞാൻ ചെയ്ത തെറ്റ് അയാൾ അറിയുമ്പോൾ അറിയട്ടെ. അതുവരെ ഞാൻ എന്തായാലും ഇത് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ബാലന് അതിനെപ്പറ്റിയൊരു സൂചന കിട്ടിയോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് വായിച്ച് ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം പെട്ടെന്ന് അയാൾ നീലഗിരിയിലേക്ക് പോയില്ലേ? അതിനുശേഷമാണ് ബാലൻ ആകെ പ്രശ്നത്തിലായത്. അന്ന് അറ്റാക്ക് ഉണ്ടായതും അങ്ങനെയാണ്. അന്നു മുതലാണ് അവന് നിന്നോട് ദേഷ്യം കാട്ടി തുടങ്ങിയതും. അമ്മേ, അതൊന്നും അല്ല സംഭവം. അവളുണ്ടല്ലോ, ആ നശിച്ചവള് അലീന, അവൾ വന്ന് കയറിയതിൽ പിന്നെയാണ് അങ്ങേർക്ക് അറ്റാക്കും ഈ യാത്രയും എന്നോടുള്ള ദേഷ്യവും എല്ലാം. അല്ലാതെ വേറെ കഥയൊന്നുമില്ല. അമ്മ വെറുതെ എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട. അയാൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല.